ഗ്ലോറി ടു ഗോഡ്. ലീവ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ശാരീരികമായ ഒരു പൂർണ്ണ സൗഖ്യം, പ്രത്യേകിച്ച് തൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിനകത്ത് നിൽക്കുന്ന എതിരുകൾ, അല്ലെങ്കിൽ ഇന്നലകളിൽ തൻ്റെ കൂടെ ജോലിയിൽ നിന്നവർ ഇന്ന് തനിക്ക് വിരോധമായി നിൽക്കുമ്പോൾ അതിനകത്ത് വലിയ ദൈവപ്രവൃത്തി സംഭവിക്കേണ്ടതിനായിട്ടും, അതിനകത്തൊരു അത്ഭുതം നടക്കേണ്ടതിനായിട്ട് ഞാൻ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമം അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഞാൻ വിശ്വസിക്കുന്നത് ഈ മകന് വേണ്ടി ഒരു ഭയങ്കര ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. കർത്താവിൻ്റെ കരവനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കുടുംബമായി ഒരു എഴുന്നേൽപ്പ് ആ പട്ടണത്തിൽ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തികൾ ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ തന്നെ തൻ്റെ തടസ്സങ്ങളെല്ലാം മാറാൻ പോകുകയാണ്. ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എല്ലാ നിലയിലും ഒരു ദൈവപ്രവൃത്തി, തൻ്റെ ശാരീരികം മാനസികമായി എല്ലാ നിലയിലും ദൈവം തന്നെ മാനിക്കണം, അനുഗ്രഹിക്കണം. കർത്താവേ, ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ തനിക്ക് പൂർണ്ണ സൗഖ്യം, ശാരീരികവും മാനസികമായിട്ട് തൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്തവർ തനിക്ക് വിരോധമായപ്പോൾ കർത്താവെ, ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൈവം അവരോട് ഇടപെടണമേ അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, തൻ്റെ ബിസിനസ്സുകളുടെ തടസ്സം മാറണമേ അപ്പ. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കണം, വലിയ സൗഖ്യം വെളിപ്പെടണം അപ്പ. അങ്ങയുടെ കൂടെ നടക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഈ മകന് കൃപ കൊടുക്കണമേ അപ്പ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. കർത്താവിനോട് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന തീ നിന്നെ ശുദ്ധീകരിക്കും. ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന തീ നിന്നെ മാറ്റുള്ളതാക്കും. ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന തീ നിന്റെ വെളിയിൽ നിൽക്കുന്ന മുള്ളുകളെ കരിച്ചു കളഞ്ഞിരിക്കും. ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന തീ അറിയാം നിന്നെ മുൻപോട്ട് വിടാത്ത മുള്ളും പറക്കാരയിൽ നിന്നും എന്നേക്കുമായി വിടുവിച്ചിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഒരു വിടുതലായി ആഗ്രഹിക്കുന്നവർ മുഴുവൻ എൻ്റെ കൂടെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒരുമിച്ച് അടുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന വചനങ്ങളെ അതേപോലെ സ്വീകരിക്കുകയും ചെയ്യണം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങിയാണ്. ഈ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാം വായിച്ചു വിടാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഹല്ലേലൂയ. ആയതിനാൽ സൂമിൽ നിൽക്കുന്നവരെ കൂടെ ഒന്ന് സഹായിച്ചാൽ അത് വലിയ വിടുതലായി തീരും. ഹല്ലേലൂയ. ആത്മാവിൽ ഇതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം സൂമിൽ നിൽക്കുന്നവരും കൂടെ പ്രാർത്ഥനയോടുകൂടെ. ഹല്ലേലൂയ. ഒരുമിച്ച്. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാലും എന്നിൽ ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളെ അറിയാം വെള്ളം കൊണ്ടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചോണ്ട് ആ വചനത്തെ ഹല്ലേലൂയ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലത്. അവൻ നിങ്ങളെ ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. വായിച്ചോ, വാക്യം വായിച്ചോ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ്, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിനെ അല്ലാതെ ആർക്കും പറ്റത്തില്ല. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടവരെ മുഴുവൻ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യേശുവേ, അങ്ങനിൽ വന്നെന്നും അങ്ങൻ്റെ ദൈവമാണെന്നും പറയാൻ പരിശുദ്ധാത്മാവിലൂടെയാണ് സഹായിച്ചത്. ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തി, ജാതികളല്ലല്ലോ ഇതിനകത്തിരിക്കുന്നത്, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് പറയാമോ? ഹല്ലേലൂയ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. രണ്ടാമത്തെ പദം ഞാനൊന്ന് എടുക്കുകയാണ്, തീ കൊണ്ടുള്ളൊരു സ്നാനം. ഹല്ലേലൂയ. ആ തീയിൽ ഇന്ന് ചിലത് കരിയും,
ഇന്ന് ചിലവർ എന്നേക്കുമായുള്ള വിടുതലുകൾ കാണും. ഒരുമിച്ച് എൻ്റെ കൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ തീ എന്നുള്ളൊരു പദം വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാം. ഹല്ലേലൂയ. അതേ നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ബൈബിളിൽ ഒത്തിരി മേഖലകൾ കാണാൻ പറ്റും തീയാൽ ഉള്ള വിടുതലുകൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 4-ാമത്തെ വാക്യം. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അടുത്ത വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് നിനക്ക് ഈ ആരാധനയിൽ കൈയടിച്ച് ചിലതിന് കുടയാം. ഇതിനകത്ത് വെളിപ്പെടുന്ന തീയിൽ അറിയാം എന്താ അതിൻ്റെ ആഴം. ആ ദേശത്തിൽ ഇനി അവൻ രക്ഷപ്പെടത്തില്ല എന്നുള്ളത് അവിടെ നിൽക്കുന്ന ബർബരന്മാർക്ക് ഉറപ്പായി. കാരണം അവിടുത്തെ ആ പാമ്പ് അല്ലെങ്കിൽ ആ ജന്തു ഹല്ലേലൂയ അത് തൊടുന്നവരും ഹല്ലേലൂയ അത് ചുറ്റുന്നവരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതുവരെയും ദേശത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ കൈയടി കുറയ്ക്കരുത്. ഇന്ന് നിൻ്റെ ഈ ആരാധനയിൽ വെളിപ്പെടുന്ന തീയിൽ നിനക്ക് വിശ്വസിച്ചുകൊണ്ട് ആത്മകണ്ണിൽ അത് ഇന്ന് ഈ ആത്മതലത്തിൽ തീരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു തീ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഒരു തീ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. നിന്നെയും നിന്റെ കുടുംബത്തെയും മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്നതിൻ്റെ മേളിൽ ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ചലിച്ചുകൊണ്ട് പറ, തീ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ടല്ലോ. ഉടമന മനമന ഘടക ശധര മനമന ഘടക ശബദന മനഘടക സംഭര മനഘടക. ചിലവരെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ചിലവരുടെ വഴികൾ ഇന്ന് ഈ തീയിൽ തുറക്കും. ചിലത് കരിഞ്ഞു തീർന്നു എന്നുള്ളത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒരുമിച്ച് ദേശത്തിൽ മുമ്പോട്ട് വിടാത്ത ആ ജന്തുവിനെ ദേശത്തിൽ അത് തൊടുന്നതെല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഇതാ അഭിഷക്തൻ അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അവൻ ദേവനെന്ന് എണ്ണുന്ന രീതിയിൽ ആ പട്ടണത്തിൽ എഴുന്നേറ്റ് വരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിന്റെ പേര് മാറുന്ന രീതിയിൽ എൻ്റെ ദൈവം ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. എൻ്റെ ദൈവം ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു തീയുടെ മഹത്വമിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു തീയുടെ ബലമിനകത്ത് വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മഹത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു തീ ദേശത്തിന്റെ ശക്തിയെ അവസാനിപ്പിക്കുന്ന നിലയിൽ വെളിപ്പെട്ടത് കാണാൻ കഴിയുന്നു. അറിയാം, എൻ്റെ ചിന്തയ്ക്കകത്തോടാണ് ഞാൻ കയറി വരുന്നത്. ഹല്ലേലൂയ. അടുത്ത ഒരു തലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഏലിയാവ്, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ആ വാക്യത്തിനകത്തോട്ട് വന്നാൽ നല്ലത്. ഏലിയാവ്, ഹല്ലേലൂയ, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-ാമത്തെ വാക്യം. യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഭക്തൻ പ്രാർത്ഥിക്കുക, എന്നെ ഒന്ന് തെളിയിക്കണം ഈ ദേശത്തിൽ. ഹല്ലേലൂയ. ബാലിൻ്റെ ദേവന്മാരുടെ മുമ്പിൽ എന്നെ നീ ഒന്ന് തെളിയിച്ചേ മതിയാവും. ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ നീ എന്നെ ഒന്ന് തെളിയിച്ചേ മതിയാവൂ. ഇതാ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഒരു പദം വിളിച്ചു പറയുകയാണ്, ഈ ജനം നിന്നിലേക്ക് തിരിയേണ്ടതിന് വേണ്ടി. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പട്ടണത്തിൽ, നിന്നെ ഏൽപ്പിച്ച പട്ടണത്തിൽ, നിന്റെ ഭവനത്തിൽ, നിനക്ക് ചുറ്റും നിൽക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവേ നീ ഒന്ന് തിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് പ്രൂവ് ചെയ്യേണ്ടതിനായിട്ട് നീ എന്നെ വിളിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചിന്തയിലോട്ട് വരുന്നതേ ഉള്ളൂ. അതിനാമുഖമായി തീ എന്നുള്ളതൊന്ന് തൊടുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മുഴുഹൃദയത്തോടുള്ള പ്രാർത്ഥന,
ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥന, സത്യസന്ധമായിട്ടുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ, ആ വിഷയത്തിനകത്ത് ഉറപ്പിലുള്ള പ്രാർത്ഥന തീയെ വിളിച്ചു കൊണ്ടുവരുന്നതാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് 1-2 മിനിറ്റുകൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടോ? എൻ്റെ കൂടെ ഒന്ന് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നവരുണ്ടോ? ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ തീ അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ തീ അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തണമേ. ആത്മാവിൽ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ച്. ഇവിടെ ഇതാ ഏലിയാവിന് വേണ്ടി വെളിപ്പെടുന്ന തീ ദേശത്തിൽ ഏലിയാവിനെ ഉറപ്പിക്കുന്നതാണ്. നിന്റെ ഭവനത്തിൽ, നിന്റെ ദേശത്തിൽ, നീ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്നെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി വെളിപ്പെടുന്ന ഒരു തീയുണ്ട് കേട്ടോ. നിന്നെ ഉറപ്പിക്കേണ്ട, ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ ഉറപ്പിക്കുന്ന ഒരു തീ ഈ ആരാധനയുടെ നടുവിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ആ തീ അവരെ ഉറപ്പിക്കുന്നതായിരുന്നു. 2, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 3-ാമതൊരു തീ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഏകദേശം 120 പേർ ഇരിക്കുന്നത് പോലെ എല്ലാ വഴികളും അടഞ്ഞ് ഇനി മുമ്പിലൊരു വഴിയില്ലെന്ന് പറയുന്നു. പക്ഷെ അവർ കേട്ടൊരു വാക്തത്വത്തിനകത്തിരിക്കുക. പക്ഷെ ഇരിക്കുന്നതിൻ്റെ നടുവിൽ വാക്തത്വം പറഞ്ഞ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്നു. അഗ്നിനാളം പോലെ നാവുള്ളവരായി അവരെ മുകളിൽ പതിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ തീയിലുള്ള വഴി, പരിശുദ്ധാത്മാവിൻ്റെ തീയിലുള്ള വഴി നിന്റെ മുകളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊല്ലം ചർച്ചുകാർ ചുമ്മാ ഇരുന്നിട്ട് പോകരുത്. ഒരു ദാഹത്തിൽ ഇന്ന് പകൽ ഈ വെളിപ്പെടുന്ന തീയെ പ്രാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ തീക്കായി ദാഹിക്കുകയാണ്, ഈ തീക്കായി ദാഹിക്കുന്നു. ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ തീയുടെ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ മേലിൽ വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. ആഴത്തിലോട്ട് വരികയാണ്. തീ വിവിധ നിലയിൽ നിങ്ങൾ കേട്ടു. 1, ദേശത്തിലെ എതിരിനെ മാറ്റുന്ന തീ. 2, ദേശത്തിൽ ഉറപ്പിക്കുന്ന തീ. 3, പരിശുദ്ധാത്മാവിനോട് ഉപയോഗിച്ചുകൊണ്ട് തീയെ കാണിക്കുന്നു. അവരുടെ എല്ലാ വഴികളും തുറന്ന തീ. ആ നിലയിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്തയിലോട്ടൊന്ന് കയറുകയാണ്. തീ ഒരുത്തൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ തീ 2 കാര്യങ്ങൾ വ്യക്തമായി ചെയ്തിരിക്കും. ചിലതിനെ കത്തിച്ചിരിക്കും, ചിലതിനെ കത്തിച്ചിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ലേഹിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കര ഉയർത്തിപ്പിടിച്ച് പറയണം. അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. ഇവിടെയും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേളിൽ ശക്തിയോടെ വന്നപ്പോൾ അവൻ അനുഭവിച്ചത് തീയ. അവൻ അനുഭവിച്ചത് തീയ. ഇന്ന് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ശക്തിയോടെ വന്നാൽ നീ അനുഭവിക്കുന്നത് തീയായിരിക്കും. തീ വന്നതോടെ ഇവൻ്റെ കൈകൾ കെട്ടി ഇവന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ശത്രു ഒതുക്കിയ നിലയിൽ നിന്ന് ആ തീ അതിനെ മുഴുവൻ കരിച്ച് ചണനൂല് പോലെയാക്കി കളഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതുവരെ നന്മ പ്രാപിക്കാതെ, ഇതുവരെ വിടുതൽ പ്രാപിക്കാതെ, ഇതുവരെ ഉണർവ് കാണാതെ നിന്റെ ജീവിതത്തിൽ നിന്നെ ഒതുക്കിയതിൻ്റെ മേളിൽ ഇന്നൊരു തീ വെളിപ്പെട്ടാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഒന്ന് ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരാധിക്കുക. പരിശുദ്ധാത്മാവെ, ആ തീ ഇന്ന് ഈ ജനത്തിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ, ആ തീ ഇന്ന് ഈ ജനത്തിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അടുത്ത വാക്യങ്ങൾ താഴോട്ട് നോക്കിയാൽ ശിംശോൻ അവിടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയിലെടുത്ത് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, കഴുതയുടെ താലി കൊണ്ട് കുന്ന് 2 എന്ന് പറഞ്ഞ് കഴുതയുടെ താലി കൊണ്ട് 1000 പേരെ അവൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാളുകളായിട്ട് നിന്റെ മേളിൽ നിൽക്കുന്ന ചില വാഗ്ദത്തങ്ങളെ ഇന്ന് വെളിപ്പെടുത്തുന്ന തീയാൽ നിനക്ക് പ്രാപിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്.
ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അങ്ങ് പുറകെ ഇരിക്കുന്നവരെയും ഒരുമിച്ച് ആത്മാവിൽ നിന്ന് ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ചലിച്ചുകൊണ്ട് പറ, എൻ്റെ മേളിൽ അത് വെളിപ്പെടട്ടെ, എൻ്റെ മേളിൽ അത് വെളിപ്പെടട്ടെ, എൻ്റെ മേളിൽ അത് വെളിപ്പെടട്ടെ. അറിയാം, നാളുകൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല പാസേ, അത് പാസൻ്റെ കുഴപ്പമല്ല. നിൻ്റെ മേളിൽ ഒരു തീ വെളിപ്പെട്ടാൽ, നിൻ്റെ മേളിൽ ഒരു തീ വെളിപ്പെട്ടാൽ ഇന്ന് പകൽ ചിലത് കരിയേണ്ടത് കരിഞ്ഞിരിക്കും, ചിലത് തീരേണ്ടത് തീർന്നിരിക്കും. ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചോ, കരം അടിച്ചോണ്ടോ ഈ തീക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ കരം നിന്റെ മേളിൽ വെളിപ്പെടട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേളിൽ വെളിപ്പെടട്ടെ. ഉടമന വനവന കിടക്ക. ആ രോഗം നാളുകളായി വിടുന്നില്ല വാസേ, ആ കടബാധ്യത നാളുകളായി വിടുന്നില്ല, ആ ജോലിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് വെളിപ്പെടുന്ന തീ ചിലതിനെ കരിച്ചു കളയും. ഇന്ന് വെളിപ്പെടുന്ന തീ ചിലതിനെ കരിക്കും. എൻ്റെ കൂടെ ആരാധിക്കാൻ പറ്റുന്നവർ മുഴുവൻ കർത്താവേ, ഈ തീക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഈ തീയാൽ ഒരു നിറവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചു വരുന്നതിൻ്റെ ആഴം, പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഒരു വാക്യം എന്നോട് ഭയങ്കരമായി ഇടപെട്ടു. ആ വാക്യത്തിനകത്തോട്ട് വരുന്നതിന് വേണ്ടി മുഖവരെയായി പ്രസംഗിച്ചത് ഇതുവരെ. യെശയ്യാവ് 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, തീ ചിലവരെ മേളിൽ വെളിപ്പെട്ടാൽ വർഷം കണ്ട ചിലത് ഇന്ന് കരിഞ്ഞു തീരും. ഇസ്രയേലിൻ്റെ വെളിച്ചം ഒരു തീയായി, പുതിയ നിയമത്തിലെ ഇസ്രയേലുകാരായി ഇതിനകത്തിരിക്കുന്നത് മുഴുവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾ. അറിയാം, നിന്റെ വെളിച്ചം ഒരു തീ പോലെ നിൽക്കുന്നതാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മിനിറ്റ് മുതൽ നിങ്ങൾ പ്രാർത്ഥനയിൽ നിൽക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. ഹല്ലേലൂയ. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കും. ഹല്ലേലൂയ. വായിച്ചോ താഴെ. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെ കാടിന്റെ തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ശയിച്ചു പോകുന്നത് പോലെ ആയിരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലനവയെ എണ്ണി എഴുതാം. അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗ്രഹത്തിലെ വാക്യം, അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ഏതെങ്കിലും ദിവസങ്ങൾ തീ കത്തിയിട്ടുണ്ടോ? ആരാധനയിൽ വന്ന് നിന്റെ മേളിൽ ചൂട് പിടിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചു പറയും, ഇതൊരു ആത്മതലമാണ്. ആത്മതലത്തിൽ കാഴ്ചപ്പാടിൽ നിൽക്കുന്നവന് മാത്രമേ കാണുന്നതല്ല നീ വിശ്വസിക്കേണ്ടത്. കാണുന്നത് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതാ, കാണുന്നത് നിൻ്റെ വഴിയടഞ്ഞതാ. പക്ഷെ കാഴ്ചപ്പാടിൽ ഈ ആരാധന കയറി നിൽക്കുന്നവന് കണ്ണടയ്ക്കുമ്പോൾ കാണാം മുകളിൽ നിന്നൊരു തീ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. അത് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ മീറ്റിങ്ങിനകത്ത് അത് പ്രാപിക്കാൻ ആരെങ്കിലും വന്ന് നിൽപ്പുണ്ടോ? അവനോട് വിളിച്ചു പറയാം, നിൻ്റെ മേളിൽ ഈ തീ കത്തിയാൽ അറിയാം, ആ തീ കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയുന്നതാ. അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയുന്നതാ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുക. അവൻ്റെ വെളിച്ചം ഒരു തീ പോലെയും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാല പോലെയും ഇരിക്കുകയാണ്. തീയേക്കാൾ വലിപ്പമുള്ളതാ ജ്വാല. അറിയാം, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദാനിയേൽ പ്രവചനത്തിനകത്ത് അറിയാം ആ ജ്വാലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദാനിയേൽ പ്രവചനം 3:22 ഒരുമിച്ച്. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തു കൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ തീയേക്കാൾ വലിപ്പമുള്ളത് അതിൻ്റെ ജ്വാല. ആ ജ്വാല കൊണ്ടുപോയവരെയും കരിച്ചു കളഞ്ഞു. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലൊരു തീ ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് ആഴം തൊടാൻ പോകുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 17-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരികയാണ്. ഇസ്രയേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയും ആയിരിക്കും. അത് കത്തി. ഏതാ കത്തുന്നത്? വെളിച്ചം കത്തും. അറിയാം, പരിശുദ്ധനായ ദൈവം നിൻ്റെ വെളിയിൽ കത്തും. അറിയാം, ജ്വാലയായി അത് കത്തി ഇറങ്ങും. ഹല്ലേലൂയ. ആ കത്തി ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും, അറിയാം, കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് എൻ്റെ മുള്ളും
പറക്കാരെയും ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ മുള്ളും പറക്കാരെയും എന്ന് പറയുന്നതിനകത്ത് അറിയാം, വചനം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് ഹല്ലേലൂയ ഇത് വെളിപ്പെട്ടതായി നമുക്ക് കാണുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 18-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു. പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മുള്ളും പറക്കാരെയും അതിൽ നിന്ന് മുളയ്ക്കും. അലിയ ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മുള്ളും പറക്ക ഒരു ശാപവേടാ കേട്ടോ. നിനക്ക് കിട്ടേണ്ട വിളവുകളെല്ലാം ഈ മുള്ളും പറക്കാരെയും കൊണ്ടുപോകും. നന്മകൾ വെളിപ്പെടുത്തില്ല. മുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് നല്ല ബോധ്യമാണ്. പക്ഷെ പറക്കാരെ എന്തുവാന്നുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ POC ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അറിയുക, അത് മുള്ളും മുൾച്ചെടികളും നിനക്ക് മുളപ്പിക്കും. മുൾച്ചെടികളെയായി പറക്കാരെ എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ. മുള്ളിനെ കാണിക്കുന്ന തലവും മുൾച്ചെടിയെ കാണിക്കുന്ന തലവും രണ്ടും രണ്ടാ. മുള്ള് ചിലവരെ കുത്തുകയും ഞെരുക്കുകയും ചെയ്യും. മുൾച്ചെടി എന്ന് പറഞ്ഞാൽ, പറക്കാരെ എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അത് തടയും. ഹല്ലേലൂയ. ഒരു ദേശത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ മേളിൽ മുള്ള് ചെടി അങ്ങ് പടർന്നു പിടിച്ചാൽ നമുക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഒന്നിലത് നമ്മുടെ കാലിൽ ഉടക്കും, അല്ലെങ്കിൽ കാലിൽ കയറും. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രണ്ട് മേഖലയിൽ ഇന്ന് അവൻ്റെ തീ വെളിപ്പെട്ടാൽ അത് കത്തി നശിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടോ? അവിടെ ഇനി ആ 17-ാമത്തെ വാക്യത്തിലോട്ടൊന്ന് വരിക കേട്ടോ. ഒരാശയത്തിനകത്താണ് ഞാൻ കയറി നിൽക്കുന്നത്. എൻ്റെ കൂടെ ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഇന്നൊരു അത്ഭുതം കാണും. ഇന്നൊരത്ഭുതം കാണും. അറിയാം, ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടുത്തെ കാണുന്നത് അറിയാം, മുള്ളും പറക്കാരെയോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അറിയാം, ഒരു മുള്ള് നിന്നെ കുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മുള്ള് നിന്നിലേക്ക് വളരണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടല്ല, അത് മാസങ്ങളും വർഷങ്ങളും കൊണ്ടായിരിക്കാം നിന്നെ ഞെരുക്കുന്ന നിലയിൽ വന്നു നിൽക്കുന്നത്. ഹല്ലേലൂയ. അതേപോലെ പറക്കാര വളരണമെങ്കിൽ അല്ലെങ്കിൽ മുൾച്ചെടി വളരണമെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ടല്ല നിന്നെ മുൻപോട്ട് വിടാത്ത നിലയിൽ മാസങ്ങൾ കൊണ്ട് പടർന്നു പിടിച്ചതാ. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, ഇന്നത്തെ ആരാധനയെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. വർഷങ്ങൾ നടക്കാത്തത് ഇന്നത്തെ ഒറ്റ ആരാധന കൊണ്ട് കത്തി നശിച്ച് തീരുന്നത് നിനക്ക് കാണാൻ പറ്റും. കത്തി നശിച്ച് തീരുന്നത് നിനക്ക് കാണാൻ പറ്റും. അതിനു വേണ്ടി ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടി ഒരുമിച്ച് ഒന്ന് ആരാധിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ആരാധിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. എത്ര പേര് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ മുള്ളിനെ കുറിച്ചൊരു പദം പറയുന്നുണ്ട്. മുള്ള എന്തുവാന്നവിടെ യേശു കർത്താവ് വെളിപ്പെടുത്തി പറയുക. ഹല്ലേലൂയ. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വഞ്ചനത്തെ ഞെരുങ്ങിയിട്ട് നിഷ്ഫലനായി തീരുന്നതാവുന്നു. നിങ്ങൾ നോക്കേ, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ഈ മുള്ളായിട്ട് അവിടെ കാണുന്നത്. എന്നെ കേൾക്കുന്നവരെ, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുടെ മധ്യത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിന് ഞാൻ വിളിച്ചു പറയും, പരിശുദ്ധൻ്റെ അഗ്നിജ്വാല നിന്റെ മേളിൽ വെളിപ്പെട്ടാൽ ഇന്നത് കരിഞ്ഞു തീർന്നിരിക്കും. ഞാൻ വിളിച്ചു പറഞ്ഞു, നിന്നെയും നിന്റെ വീടിനെയും സാമ്പത്തികമായി ഒതുക്കിക്കളഞ്ഞ ചില മുള്ളുകൾ ഇന്നത്തെ ആരാധന കരിഞ്ഞു തീരുമെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഉടമന മനമന ഘടക ശ്രദ്ധര മന ഘടക ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ ചിന്തകൾ, നിന്നെ മുൻപോട്ട് വിടാത്ത ഭയങ്കരമായ തലങ്ങൾ, സാമ്പത്തികമായി ധനത്തിൻ്റെ വഞ്ചന പോലെ നിൽക്കുന്ന ചിലത് ഇന്ന് പകൽ കരിഞ്ഞു തീരാൻ പോകുകയാണ്. എങ്ങനെയാണ് അറിയ? പരിശുദ്ധൻ്റെ അഗ്നിജാല, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ വെളിച്ചം, ആ തീ നിന്റെ മേലിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിക്കാൻ പറ്റുന്ന ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് നവംബർ
30-ാം തീയതി വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അതിനായി അഡ്വാൻസ് കൊടുക്കാനൊന്നും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അത് നോക്കുവാനായി വളരെയധികം താമസിച്ച്. അപ്പം ആ ഒരാഴ്ചക്കുള്ളിലാണ് പിന്നെ അത് നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ച് പാസ്റ്റർ പറഞ്ഞ് 1-ാം തീയതി നിങ്ങൾ വേറെ വീട്ടിലിരിക്കും, പുതിയൊരു വീട്ടിലിരിക്കുമെന്ന് പാസ്റ്റർ ഉറപ്പ് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഇരുന്നു. വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ആ 30-ാം തീയതിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വീട് ഒരുങ്ങി കിട്ടിയത്. ആ രാവിലെ 1-ാം തീയതിയാണ് വീട് പോയി കണ്ടത്. അങ്ങനെ അന്ന് ഞങ്ങൾ ആ പുതിയ വീട്ടിൽ ദൈവത്തിൻ്റെ മഹത്വത്തോടു കൂടി ഞങ്ങൾക്ക് ഇരിക്കുവാൻ സാധിച്ചു. അതിന് വളരെയധികം നന്ദി യേശുവപ്പാ. ഹല്ലേലൂയ അപ്പാ, സ്തോത്രം അപ്പാ. പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദി പറയുന്നു അപ്പാ. വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ. അപ്പം ആ 1-ാം തീയതി വളരെ സന്തോഷത്തോടു കൂടി പുതിയൊരു വീട്ടിലിരിക്കുവാനായി ദൈവം കൃപ തന്നതിനായി നന്ദി യേശുവപ്പാ. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ കുടുംബത്തിന് നവംബർ 30-ാം തീയതി വരെ വീടുള്ളായിരുന്നു. എന്നാൽ അവിടെ തലകുനിക്കാതെ അങ്ങേ സേവിച്ച അങ്ങയുടെ മക്കൾക്ക് 1-ാം തീയതി പുതിയ വീട് കൊടുത്തത് അങ്ങാണ്. അങ്ങനെ ചെയ്തതിനായിട്ട് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പേരെ ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ നടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ വലിയ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ വിടുതൽ അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളുടെ വേണ്ടിക്കും വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതൽ ഈ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. പ്രത്യേകിച്ച് ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുക. തമ്പുരാനെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി യേശുവേ. അങ്ങയുടെ തിരുസാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലിസി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ അനിൽ ബ്രദറിനെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ എന്നെ കാണുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ ഈ എപ്പിസോഡുകൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമേ. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. ഇതിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.